നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് ശ്രീദേവി പറഞ്ഞത് കേട്ട് എന്ത് ചെയ്യണം എന്തും മറുപടി പറയണം എന്നറിയത്തില്ലാതെ ആകെപ്പാടെ വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി മീനാക്ഷിക്ക്. കാരണം ഈ ഗുരുവായൂരെന്ന് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഞെട്ടലാണ്. ഈ സമയത്ത് ശ്രീദേവി പറഞ്ഞു, അല്ല ഗുരുവായൂരെന്ന് കേട്ടപ്പോൾ മീനാക്ഷി പിന്നെന്താ ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കാം. ഇത് കേട്ടിഞ്ഞപ്പോൾ മീനാക്ഷി പറഞ്ഞു, എന്ത് ഗുരുവായൂരെന്ന് കേൾക്കുമ്പോൾ ഞാൻ പേടിക്കേണ്ട കാര്യം എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് പെട്ടെന്ന് തന്നെ മീനാക്ഷി കോള് കട്ട് ചെയ്യുവാണ്. ആ സമയം ശ്രീദേവി ഓർത്തു, ഈ ഗുരുവായൂരിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അമ്മയ്ക്കാണെങ്കിലും മീനാക്ഷിക്കൊക്കെ ആണെങ്കിലും എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു പതർച്ചയുണ്ട്, അതെന്താന്ന് കണ്ടുപിടിക്കണം എന്ന് ചിന്തിക്കുകയാണ്. ആ സമയം ആകാശ് ചോദിച്ചു, അല്ല എന്താ മീനാക്ഷി ഈ ഗുരുവായൂരിന്റെ കാര്യം എന്താന്ന് ചോദിക്കാം. മീനാക്ഷി പറഞ്ഞു, എനിക്കങ്ങനെ അറിയാം. അല്ല അച്ഛന് എന്താ ഗുരുവായൂർ പോയി പൂജയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞേ? അതിപ്പോ അച്ഛനോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ എന്താ കാര്യം എന്ന്. എനിക്കിപ്പോൾ എന്താന്ന് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്ന് പറയണം. അല്ല ഈ മീനാക്ഷിയോട് പിന്നെ ശ്രീദേവി അടുത്ത് എന്താ അങ്ങനെ ഗുരുവായൂരിന്റെ കാര്യം ഇങ്ങനെ ഊന്നി പറയാൻ കാരണം എന്താന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയണം. ആ സമയത്ത് ആകാശ് പറഞ്ഞു, മിക്കവാറും ഇന്ന് കടയിലേക്ക് ചെന്ന് കഴിയുമ്പത്തിന് അവർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. എന്തിനു പോയതായിരുന്നു, ഇത്ര സമയം, അങ്ങനെയാണ് കടയിലേക്ക് വരേണ്ടിയിരുന്നില്ലോ എന്നൊക്കെ. ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു, അതിനിപ്പോൾ ആകാശം മറുപടി കൊടുക്കാൻ പോകേണ്ട കാര്യമില്ലോ എന്ന് പറയണം. അതെ അച്ഛനോട് പറഞ്ഞാൽ പോരെ, അതിനിപ്പം ശ്രീദേവി അടുത്തോട് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. ആഹാ ഇനി ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവരെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ അമ്മയെ വിളിക്കട്ടെ എന്ന് പറയണം. ഇപ്പം എന്തിനാ അമ്മയെ വിളിക്കുന്നത്? അമ്മയെ വിളിച്ച് എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയണം. പിന്നീട് ആകാശ് നേരെ ഗോമതിയെ വിളിക്കണം. ഗോമതി വിളിച്ചപ്പോൾ ഗോമതി ചോദിച്ചു, എന്താടാ ആകാശ കാര്യം എന്താന്ന് ചോദിക്കണം. അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ശ്രീദേവി എടുത്ത് കടയിലുണ്ടെങ്കിൽ എനിക്ക് കടയിലേക്ക് പോകാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം. കടയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്നോ? എന്നിട്ട് രാവിലെ നീ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലോ? അല്ല അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതിനായിട്ടും എന്താ കടയിലേക്ക് ചെല്ലാത്തേന്ന്. ഞാൻ മീനാക്ഷിയുടെ വീട് വരെ വന്ന അങ്കിൾ എന്നെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു വരാൻ പറഞ്ഞിട്ട്, അതിനു വേണ്ടി വന്ന അപ്പം തന്നെ ആടെ വിളി വന്നിരിക്കുന്നു. ഇനി കടയിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും 100 ചോദ്യങ്ങൾ വരും. താമസിച്ച് വന്നിട്ടുണ്ട്, ശമ്പളം ഇല്ല, അതാ ഇതാന്നൊക്കെ പറഞ്ഞോണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കടയിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് മാത്രമല്ല ദേ അവരിനി എൻ്റെ അടുത്ത് ഭരിക്കാൻ വന്നിട്ടുണ്ട്, ഞാൻ ചോദ്യം ചെയ്യുന്നു പറയാം. കടയുടെ കാര്യത്തിൽ അവരെക്കാളും ഉത്തരവാദിത്വം എനിക്കുണ്ടെന്ന് പറയണം. ഇതെല്ലാം ഗോമതി നീ എന്താ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുക. പിന്നെ ഞാൻ എങ്ങനെ പറയണം? ഇത്രയും കാലം അച്ഛന് 10-14 വയസ്സ് തൊട്ട് ഞാൻ ആ കടയിൽ ഇരിക്കാൻ തുടങ്ങിയതാ. വർഷങ്ങളായി ഞാൻ ആ കടയിൽ കയറി സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇന്ന് വരെ ഞാൻ ആ ചെയറിൽ കയറി ഇരിക്കുവോ അല്ലാതെ അവിടുത്തെ ഒരു കാര്യങ്ങളും നോക്കിയിട്ടില്ല. പക്ഷേങ്കിൽ ഇന്നലെ വന്ന ശ്രീദേവി അടുത്തേക്ക് അവിടുത്തെ കാര്യങ്ങളെല്ലാം കൊടുത്തു. അപ്പം ഞാൻ ആരാ കടയിലെ എന്ന് ചോദിക്കണം. ഗോമതി എന്താടാ ആകാശം നീ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുക അച്ഛനെ കുറിച്ചൊക്കെ. പിന്നെ എങ്ങനെ പറയണം? ശ്രീദേവി അടുത്ത് കടയെ കൊണ്ടിരുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അച്ഛന്? അതുകൊണ്ടല്ലേ ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നേ. എല്ലാവരുടെയും മുന്നിൽ നാണം കിടന്ന ഞാനല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ദേ കടയിലേക്ക് പിന്നെ ഞാൻ പോകത്തില്ലെന്ന് പറയാം. അവരാ കട ഭരിക്കുന്നെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പോകത്തില്ല. അമ്മ അച്ഛനോടൊന്ന് പറഞ്ഞേരെ എന്നൊക്കെ പറയണം. ഗോമതി പറഞ്ഞു, എടാ മോനെ നീ ഇങ്ങനെ തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ, ഞാൻ ബാലേട്ടനോട് സംസാരിക്കാം, എന്താന്ന് വെച്ചാൽ നമുക്ക് അത് പറഞ്ഞ് പരിഹരിക്കാം. അപ്പം ബാലേട്ടന് വയ്യാത്തോണ്ടല്ലേ ശ്രീദേവി കടയിലേക്ക് പോയത്. അമ്മേ വയ്യെങ്കിൽ പിന്നെ എന്താ, അതിനനുസരിച്ച് നിൽക്കണം. അത് വേറെ ആരെങ്കിലും വിടണം, ഞാനുണ്ട്. അല്ലെങ്കിൽ ആനന്ദാണ് ഒരു ദിവസം ലീവ് എടുക്കാൻ പറയാം. അല്ലെങ്കിൽ പിന്നെ ആരിനുണ്ടല്ലോ, ആരോടെങ്കിലും പറഞ്ഞാൽ പോരെ. ഇപ്പൊ കടയിൽ കൗണ്ടറിൽ ഇരിക്കാനായിട്ടാണെങ്കിൽ ഞാനുണ്ടല്ലോ, അല്ലെങ്കിൽ ധർമ്മമാമനൊക്കെ ഉണ്ട്. ഇത്തരം വർഷങ്ങളായല്ലേ ഞങ്ങളെ കടയുമായിട്ട് മുന്നോട്ട് പോകുന്നേ. പക്ഷെങ്കിൽ അച്ഛൻ ചെയ്ത എന്താ ശരിയായിട്ടുള്ള കാര്യമാണെന്ന് ചോദിക്കും. ഗോമതിക്ക് ഉത്തരം മുട്ടി. ഗോമതിക്ക് എന്ത് മറുപടി പറഞ്ഞു നടത്തില്ല. ഈ സമയം ആകാശ് പറഞ്ഞു, ഇതങ്ങനെ ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യണം. ഗോമതി ഓർത്ത് ഇത് എവിടെ ചെന്ന് അവസാനിക്കു പോകുന്നു അറിയത്തില്ല. അല്ലെങ്കിൽ തന്നെ ശ്രീദേവി ആ കടയിലേക്ക് വിട്ടപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ശരിയായ കാര്യമല്ലെന്ന്. അവൾ ഒറ്റ ദിവസം കൊണ്ട് കടയിൽ പോയിട്ട് കട തിരിച്ചു വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേ. അപ്പോഴേക്കും ഇത്ര അങ്ങോട്ട് വന്നു. എന്താ അപ്പച്ചി കാര്യം എന്ന് ചോദിക്കാം. ഒന്നുമില്ലാന്ന് പറയാം. അപ്പച്ചിയുടെ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിക്കും. ഇത് കേട്ടപ്പം ഗോമതി പറഞ്ഞു, എന്ത് പറയാനാ, ശ്രീദേവി കടയിൽ പോയത് മുതൽ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുമെന്ന് പറയണം. മിത്ര പറഞ്ഞു, എനിക്കും അതെ, ശ്രീദേവി അടുത്തിനെ വിടാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു പറയണം. ശ്രീദേവി അടുത്ത് കടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ശ്രീദേവി അടുത്തിന്റെ വിചാരം ഒറ്റ ദിവസം കൊണ്ട് ശ്രീദേവി അടുത്ത് കടയാകെ മാറ്റിമറിച്ചെന്ന. അതുപോലെയുള്ള സംസാരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഞാനും ആനും കൂടെ അങ്കിളുടെ മുറിയിൽ പോയിരുന്ന സമയത്ത് അങ്കിളും അതുപോലെയൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഞങ്ങളെ ഒരുമാതിരി കുറ്റപ്പെടുത്തി പോലെ സംസാരിച്ചെന്ന് പറയാം. പിന്നെ അതിൻ്റെ സ്വഭാവം അറിയാലോ, ആരും കൂടുതലൊന്നും പറയാനായിട്ട് പോയില്ല. പിന്നെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കിളിനെ എതിർത്ത് പറയുകയും ചെയ്യുമെന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞ് ഗോമതി അറിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും മോളെ, ബാലേട്ടനും വയ്യാത്തോണ്ടല്ലേ. പക്ഷെ ആകാശിനി എന്തേലും ശ്രീദേവിയോട് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബാലേട്ടനാണെങ്കിൽ അത് ഇഷ്ടപ്പെടുത്തില്ല എന്നൊക്കെ പറയണം. ആ സമയത്ത്
ശ്രീദേവി കടയിൽ നിന്ന് ആലോചിക്കാം, ആകാശ് ഇന്നിങ്ങോട്ട് വരട്ടെ, ഇന്നലെ ആകാശിനോട് പറഞ്ഞ താൻ താമസിക്കരുതെന്ന്, താമസിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം കടയിലേക്ക് വരണ്ടെന്ന്. ഇന്ന് ബാലച്ചനും വരത്തില്ല, ഇന്നും താനാണ് കടയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, താൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് കടയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ കൊണ്ടുപോകണം താൻ തന്നെ തീരുമാനിക്കും എന്നൊക്കെ ആലോചിച്ചിങ്ങനെ അവിടെ ശ്രീദേവി അവിടെ കടയിൽ ഇരിക്കുകയാണ്. അപ്പോഴേക്കും രാമേട്ടൻ വന്നിട്ട് ചോദിച്ചു, അല്ല മോളെ ഇതുവരെയായിട്ടും ബാലൻ വന്നില്ലല്ലോ എന്ന് പറയണം. ഇന്ന് ബാലച്ചൻ വരത്തില്ല എന്ന് പറയാം. അതെന്താ, ബാലച്ചൻ എന്തോ തിരെ വയ്യാന്നാ പറഞ്ഞ് വീട്ടിലേക്ക് പോയെന്ന് പറയാം. ആണോ? ഷോ, എന്നാൽ പിന്നെ 2-3 ദിവസം അങ്ങ് ലീവ് എടുത്ത് വീട്ടിൽ ഇരുന്നാൽ മതിയായിരുന്നു, കടയിലേക്ക് ഓടി വരേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. ഞാനിത് പറഞ്ഞ രാമേട്ടാ, പക്ഷെ ബാലച്ചൻ കടയിലേക്ക് വന്നെന്ന് ഒരേ നിർബന്ധം പിടിച്ചു. അത് പിന്നെ മോളെ ഇത്രയും വർഷങ്ങളായല്ലേ ബാലിനെ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ തുടങ്ങിയിട്ട്, ഒരു ദിവസം പോലും അങ്ങനെ ഇരിക്കാറില്ലല്ലോ വീട്ടില്. അപ്പൊ അതുകൊണ്ടാ. പിന്നെ മോളിവിടെ കടയിലുള്ളതുകൊണ്ട് ബാലിന് ഇച്ചിരി ആശ്വാസമാണെന്ന് തോന്നേ, ബാലിനൊരു വിശ്വാസമുണ്ട് മോളില് എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പം ശ്രീദേവി ഒരു പടിയും കൂടെ അങ്ങോട്ട് ഉയർന്നു. ഭയങ്കര ഇച്ചിരി അഹങ്കാരം കൂടി. ഓ, താൻ വലിയ ആളാണ് എന്നൊരു ചിന്ത ശ്രീദേവിയുടെ മനസ്സിലേക്ക് വരുവാണ്. ആ സമയത്ത് ബാലനും ആര്യനും കൂടെ വീട്ടിലേക്ക് വരിക. അപ്പോൾ ആര്യം ബാലനെ വീട്ടിൽ കൊണ്ട് വിടാനായിട്ട് അങ്ങോട്ട് വരുവാണ്. അങ്ങനെ വന്ന് വീട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു, അതെ ഒരു കാര്യമുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ നീ ആ മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങി തരണമെന്ന് പറയണം. ഇത് കേട്ടിപ്പോൾ ആരിനൊന്നും ഞെട്ടി. മാരേജ് സർട്ടിഫിക്കറ്റോ? അല്ല, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം, നിങ്ങളുടെ കല്യാണത്തിൻ്റെ. അത് വാങ്ങിത്തരാച്ചാന്ന് പറയണം. എത്രയും പെട്ടെന്ന് തന്നെ വേണം, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നടത്താനുണ്ട് എന്ന് പറയണം. ഇത് കേട്ടിച്ചപ്പോഴത്തേനും ആരുടെ നെഞ്ചൊന്ന് വിങ്ങി. പക്ഷെ പറയാൻ പറ്റില്ലോ, സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി തീർന്നു. പിന്നീട് ആരിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് ബാലൻ അങ്ങോട്ട് കയറിയിട്ട് മനസ്സിൽ പറഞ്ഞു, എടാ ആര്യ, നിന്റെ അച്ഛനാ ഞാൻ, നിന്റെ കള്ളത്തരമൊക്കെ ഞാൻ കണ്ടുപിടിക്കും. ഇത്രയും കാലം നീയും പിന്നെ ഇവിടെ ആരൊക്കെ നിന്നോടൊപ്പം ചേർന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല, എന്തൊക്കെയോ വല്ല ചതിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഈ ബാലിൻ്റെ മുന്നിൽ അത് നടക്കാൻ പോകുന്നില്ല, അവസാന അറ്റം വരെ ഞാൻ കാണും. നീയൊക്കെ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല, അതെല്ലാം ഞാൻ വെളിയിൽ കൊണ്ടുവരും എന്നൊക്കെ ബാലൻ മനസ്സിൽ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അപ്പോഴേക്കും ഗോമതി ഓടി വന്നു. ഇതെന്താ ബാലേട്ടാ, ബാലൻ എന്ത് പറ്റി, കടയിലേക്കാന്നും പറഞ്ഞ് പോയിട്ട് പെട്ടെന്ന് വന്ന എന്താന്ന് ചോദിക്കുകയാണ്. നടുവിന് ചെറിയ വേദനയും കാര്യങ്ങളും, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ബാലേട്ടനോട് പോവണ്ടാന്ന്. അപ്പൊ ബാലയുടെ സംഭവിച്ചില്ല, എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. എന്നിട്ട് ഇങ്ങോട്ട് എങ്ങനെയാ വന്നേ, ആരും എന്നെ ഇവിടെ കൊണ്ടേ വിട്ടിട്ട് പോയെന്ന് പറയാം. എന്നിട്ട് അവൻ എന്താ കയറാതെ പോയെന്ന് ചോദിക്കും. അവന് ഡെലിവറി കൊടുക്കാൻ പോയ സമയത്ത് എന്നെ കണ്ടത്, പിന്നെ സ്കൂട്ടി അവിടെ വെച്ചിട്ട് പോന്നു, ആരിനത് എടുത്തുകൊണ്ട് വന്നോളാം എന്നൊക്കെ പറയണം. പിന്നീട് ഗോമതി പറഞ്ഞു, ബാലേട്ടനെ ഇവിടെ ഇരിക്കുക, ഞാൻ ബാലേട്ടനെ കുടിക്കാൻ എടുക്കാന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി കുടിക്കാൻ എടുക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് ബാലൻ ഇങ്ങനെ ആലോചിച്ചു, ഒരു പക്ഷേങ്കിൽ ഇവൾക്കറിയാവോ ഗോമതിക്ക്, ഇനിയിപ്പോൾ ഗോമതിക്ക് അറിയാമെങ്കിൽ അവളോട് ചോദിച്ചാൽ അവൾ പറയാൻ നടത്തില്ല. ഈ ഗുരുവായൂരെ സംബന്ധിച്ച് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇനി എന്താണെന്ന് അറിയണം, ഗോമതിയോട് ചോദിച്ചു നോക്കാം, അവൾ എന്തേലും പറയുമോ ഇല്ലെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഗോമതി കുടിക്കാൻ വെള്ളമൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ബാലൻ ചോദിച്ചു, അല്ല ഗോമതി, ഈ ആര്യൻ്റെ മിത്രയുടെ കല്യാണം, ആ കല്യാണം ഏത് ക്ഷേത്രത്തിൽ വെച്ചാൽ നടന്നതെന്ന് നിന്നോട് പറഞ്ഞു എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ഗോമതി ഒന്ന് ഞെട്ടി. അല്ല അത് പിന്നെ ബാലേട്ട, അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല, ഏതോ ഒരു ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞായിരുന്നു, ഞാനത് അങ്ങോട്ട് മറന്നുപോയെന്ന് പറയണം. അല്ല ഗുരുവായൂർ വെച്ചെങ്ങാനും അവിടെ നടന്നേന്ന് ചോദിക്കും. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിയുടെ നെഞ്ച് പടപട ഇടിക്കാൻ തുടങ്ങി. അറ്റാക്ക് വരുന്നൊരവസ്ഥയെ. ഗുരുവായൂർ വെച്ചോ? അതെന്താ അങ്ങനെ വെച്ചാൽ? അല്ല ഈ ഗുരുവായൂരെന്ന് ഇടയ്ക്കാണ്ട് പറയുന്നത് കേട്ട പോലെ എനിക്ക് തോന്നി, അതുകൊണ്ട് ചോദിച്ചാൽ. ഗുരുവായൂർ വെച്ചൊന്നും അല്ല. അല്ല നിങ്ങൾ ഗുരുവായൂർ പോയ അന്ന് തന്നെയല്ലായിരുന്നോ അവരുടെ കല്യാണം നടന്ന് അവരിങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കും. അതെ ബാലേട്ടാ, അതേന്ന് പറയണം. ഇനി എവിടെ വെച്ചാലും നടന്നിട്ടെ, കുഴപ്പമില്ല, ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് മാരേജ് സർട്ടിഫിക്കറ്റ് ഒന്ന് മേടിച്ചു തരണമെന്ന്. മാരേജ് സർട്ടിഫിക്കറ്റോ? അതെന്തിനാ ബാലേട്ടാന്ന് ചോദിക്കുക. അതെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാണ്ട്, നമുക്ക് വയസ്സും പ്രായമൊക്കെ വരുമല്ലേ, ആ സമയത്ത് അവരുടെ പേരിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം, കുറച്ച് പണമിടപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാരേജ് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. ദൈവമേ, പെട്ടല്ലോന്ന് ഗോമതി ഓർക്കുവാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ബാലന് എന്തെങ്കിലും സംശയമുണ്ടോ? പിന്നീട് ബാലൻ പറഞ്ഞു, അതെ ദേവമോളെ വിളിച്ചോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പൂജകളും വഴിപാടുകളും ഒക്കെ നടത്തണമെന്ന്, അത് ഗുരുവായൂർ വെച്ച് നടത്താമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. ഗുരുവായൂർ ബാലേട്ടൻ വിടുന്നില്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഗോമതിയുടെ. ഇനി പെട്ടുപിഴച്ചെങ്ങാനും ആരുടെയും നാവിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോ? അങ്ങനെ ആവാൻ വഴിയില്ല. തനിക്കും മിത്രയ്ക്കും മീനാക്ഷിക്കും പിന്നെ ആരും ഈ കാര്യങ്ങൾ അറിയത്തില്ല, ബാക്കി ആർക്കും ഈ കുടുംബത്തിൽ കാര്യങ്ങൾ അറിയത്തില്ല, കല്യാണം നടന്നതിനെക്കുറിച്ചൊന്നും ആർക്കും അറിയത്തില്ല. അങ്ങനെ ഒരു വിധത്തിൽ ഗോമതി അവിടെ നിന്ന് തടി തപ്പി പോവാണ്. ഈ സമയം ബാല ശ്രദ്ധിച്ചു, ഗോമതി എന്തോ മനസ്സിൽ ഒളിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പതറുന്നത്, അതെന്താന്ന് കണ്ടുപിടിക്കണം. ഒരുപക്ഷെ ആരിൻ്റെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമുണ്ട്. പക്ഷെ ഗോമതിക്ക് ചെന്നിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഗോമതി പിന്നീട് മീനാക്ഷിയെ വിളിക്കുകയാണ്. മീനാക്ഷി ഓഫീസിലേക്ക് പോകുന്ന സമയത്താണ് വിളിച്ചത്. പിന്നീട് മീനാക്ഷിയോട് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം. ബാലേട്ടന് എന്തോ ഒരു സംശയം ഉണ്ടെന്ന് തോന്നുന്നു മോളെ, എനിക്ക് ടെൻഷനാ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗുരുവായൂരിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, പോരാത്തന്നെ ആൻ്റെ വിവാഹ സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു, അമ്മ ഇത് ടെൻഷൻ അടിക്കാതിരിക്കുക, അമ്മ ഇത് ടെൻഷൻ അടിച്ചോ
സത്യം ഒന്നും പോയി വിളിച്ചു പറഞ്ഞേക്കല്ലേ, അറിയാലോ അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ നമ്മളെല്ലാം പെട്ടുപോകുന്നു പറയണം. അത് ശരിയാ, ഞാനിപ്പോൾ തൽക്കാലത്തേക്കൊന്നും പറയുന്നില്ല, എനിക്ക് എന്നാലും ടെൻഷനൊക്കെ ഉണ്ടെന്ന് പറയണം. പിന്നീട് ആകാശ് കടയിലേക്ക് ചെല്ലുവാണ്. ആകാശ് കടയിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ശ്രീദേവി കൗണ്ടറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ആകാശിനെ ഇങ്ങനെ നോക്കിയിട്ട് ശ്രീദേവി പറഞ്ഞു, ആകാശേ ദേ ഇന്ന് ബാലച്ചനും കടയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ആകാശോട് നേരത്തെ രാവിലെ ഞാൻ ചോദിച്ചില്ലായിരുന്നു ആകാശ് വരുമില്ലെന്ന്. വരത്തില്ല, പിന്നെ വരത്തില്ല എന്നും കൂടെ പറഞ്ഞാൽ പോരാന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു, വരത്തില്ല എന്ന് ആര് പറഞ്ഞു, ഞാൻ മീനാക്ഷിയുടെ വീട് വരെ പോയതാന്ന് പറയും. ഇത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു, ഈ കടയിൽ ആളില്ലാത്ത സമയത്താണോ ഇങ്ങനെയൊക്കെ ചുറ്റിത്തിരിയുന്നതെന്നൊക്കെ ചോദിക്കണം. അതെ, ചുറ്റിത്തിരിഞ്ഞല്ല, എൻ്റെ ആവശ്യത്തിന് ഞാൻ പോയതാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം അവൾക്ക് ശ്രീദേവിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. ശ്രീദേവി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ താമസിക്കുവാണെങ്കിൽ ആകാശം ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു, അതെ ശ്രീദേവി അടുത്ത് അല്ല തീരുമാനിക്കുന്നത്, ഞാനാ തീരുമാനിക്കുന്നത്, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്, കൂടുതൽ ഇങ്ങോട്ട് ഭരിക്കാൻ വരണ്ട. അതെ ഒരു ദിവസം ആ കൗണ്ടറിൽ ഇരിക്കാനായിട്ട് ഇത് കിട്ടിയെന്ന് വെച്ചാൽ കൂടുതൽ കട ഞങ്ങളുടെ തലയിലേക്ക് വെക്കുമൊന്നും വേണ്ട. പറഞ്ഞു കേട്ടല്ലോ, ശ്രീദേവി അടുത്ത് വന്നിട്ട് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ, 2 ദിവസമല്ലേ ആയുള്ളൂ. ഞാൻ വർഷങ്ങളായി, ഞാൻ എൻ്റെ 10-14 വയസ്സ് തൊട്ട് ഞാൻ ഇവിടെ കടയിൽ നിൽക്കാനായിട്ട് തുടങ്ങിയതാ. അതുകൊണ്ട് കൂടുതൽ എന്നെ ഭരിക്കാൻ വേണ്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. ശ്രീദേവി മുഖത്ത് അടിയേറ്റ പോലെ നിൽക്കണം. കാരണം 1-2 ആൾക്കാരും ഉണ്ടായിരുന്നു കടയിൽ. ആകെപ്പാടെ നാണം കെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.